ഞങ്ങൾക്ക് വരുന്ന ആർക്കിടെക്റ്റ് പ്രൊജക്റ്റുകളിലൊക്കെ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു വുഡാണ് കേട്ടോ ആഷ് വുഡ്. ആർക്കിടെക്റ്റ് പ്രൊജക്റ്റുകളിൽ എന്തുകൊണ്ടാണ് ആഷ് വുഡ് ഇത്രത്തോളം ഉപയോഗിക്കുന്നത്? ആഷ് വുഡിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ് വുഡിൻ്റെ കളറാണ്. ആഷ് വുഡ് ഒരു വൈറ്റ് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊജക്റ്റിനനുസരിച്ച് ഒരു കളർ നമ്മുടെ വുഡിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കളറിലേക്ക് ആഷ് വുഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആഷ് വുഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നല്ല ഭംഗിയുള്ള ഒരുപാട് പോളിഷ് കളറുകൾ നമ്മൾ ആഷ് വുഡിൽ കാണാറുണ്ട്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയുടെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇതൊക്കെ നല്ലപോലെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുക അല്ലേ. ആഷ് വുഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷ് വുഡിൻ്റെ ഗ്രെയിൻസ് ഇപ്പോൾ ഈ ഒരു തടിയെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഗ്രെയിൻസൊക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇതിലിങ്ങനെ കാണാം. ജസ്റ്റ് ഗ്രെയിൻസ് മാത്രമല്ല കേട്ടോ, ആ ഒരു ഡിസൈന് എന്ത് ഭംഗിയാണ് ഡിസൈൻ നോക്കുക. അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡായി പോകാതെ നല്ലൊരു ഒതുക്കത്തിൽ ഹൈറ്റോട് കൂടിയിട്ടാണ് ആ ഒരു ഡിസൈൻ അങ്ങനെ പോവുക. അപ്പോൾ ഒരു ഡിസൈനൊക്കെ നമ്മൾ നല്ലപോലെ ഓപ്പൺ ഗ്രെയിൻസൊക്കെ ആക്കിയിട്ട് പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നൊരു ഫീല് അത് ഭംഗിയുള്ളൊരു ഫീൽ തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വുഡ് ആർക്കിടെക്റ്റ് പ്രൊജക്റ്റുകളിലേക്ക് വരുന്നത്.